ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇനി വേൾഡ് കപ്പിന് മുന്നേ വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമാണ് ബ്രസീലിയൻ ദേശീയ ടീമിന് അവശേഷിക്കുന്നത്. കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ്. ഇപ്പോഴും ഒരു സെറ്റായ ടീമിനെ കണ്ടെത്താൻ ആഞ്ചലോട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ തുടരുന്നത്. മാത്രമല്ല, സ്ഥിരതയല്ലാത്ത പ്രകടനമാണ് ബ്രസീൽ ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ഏതായാലും വേൾഡ് കപ്പ് പ്ലാനുകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതായത് ടാലന്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. ബ്രസീലിയൻ ടീമിനകത്തേക്ക് ടാലന്റ് മാത്രം നോക്കിക്കൊണ്ട് താരങ്ങളെ കൊണ്ടുവരില്ല എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ടാലന്റ് വേണം, കൂടാതെ ടീമിന് വേണ്ടി ആ ടാലന്റ് ഉപയോഗപ്പെടുത്താൻ തയ്യാറാവേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് ടീമിന് വേണ്ടി കളിക്കുന്ന താരങ്ങളെയാണ് തനിക്ക് വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു പുതിയ സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു ആഞ്ചലോട്ടി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും ടാലന്റ് ഡിഫറൻസ് സൃഷ്ടിക്കുന്നു. കാരണം ടാലന്റ് ഇല്ലാത്ത ഒരു ടീം വിജയിച്ചതായി കൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ടാലന്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് ടീമിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും വേണം. ലോകത്തെ ഏറ്റവും മികച്ച താരമാവാൻ ആഗ്രഹിക്കുന്ന താരങ്ങളെയും ഞാൻ ടീമിൽ ഉൾപ്പെടുത്തും. വേൾഡ് കപ്പ് നേടാൻ ആഗ്രഹിക്കുന്ന താരങ്ങളെയും ഞാൻ ടീമിൽ ഉൾപ്പെടുത്തും. നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു വ്യത്യാസം കാണാൻ കഴിയും. അത് ലോകത്തെ ഏറ്റവും മികച്ച താരമാവാൻ ആഗ്രഹിക്കുന്നവർ അവർ ഗ്രേറ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ്. എന്നാൽ വേൾഡ് കപ്പ് നേടാൻ ആഗ്രഹിക്കുന്നവരാണ് ടീമിലെ യഥാർത്ഥ ലീഡർമാർ. തൻ്റെ ടാലന്റ് ടീമിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവർ അവരെയാണ് എനിക്ക് ആവശ്യം. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് ലോകത്തെ മികച്ച താരമാവുക എന്നതിനേക്കാൾ ഉപരി ടീമിന് മുൻഗണന നൽകുന്ന താരങ്ങളെയാണ്, ആ ഒരു ടാലന്റ് ടീമിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന താരങ്ങളെയാണ് തനിക്ക് വേണ്ടത് എന്നാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് ബ്രസീലിൽ ഉള്ള ഏറ്റവും പ്രതിഭാധനനായ താരം അത് നെയ്മർ ജൂനിയർ ആണ്. അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പക്ഷേ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാതെ നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് കൊണ്ടുവരില്ല എന്നത് കാർലോ ആഞ്ചലോട്ടി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.